ആ പ്രണയം കൊണ്ടാണ് ഇതിഹാസം രചിക്കാൻ കഴിഞ്ഞത്. ബദറിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? മജ്‌ലിസുന്നൂറിന്റെ വേദികളിൽ മനോഹരമായി ബദരീങ്ങളുടെ മഹത്വം പറയുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? റമദാൻ 17 പോത്തിറച്ചു തിന്നുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സഹന സമരത്തിന്റെ വീരപർവം തീർത്തവരെങ്ങനെയാണ് വിജയിച്ചത്? 21-ാം നൂറ്റാണ്ടിൽ മലയമ്മക്കാർക്ക് അങ്ങനെ ഒരു യുദ്ധ സാഹചര്യം നേരിടേണ്ടി വന്ന ഇന്നിവിടെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ജുമാ മസ്ജിദിൽ നിന്ന് വെള്ളിയാഴ്ച 2 മണിക്ക് മലയമ്മ അങ്ങാടിയിൽ മുസ്ലിങ്ങൾ എത്തിച്ചേരണം, ഒരു യുദ്ധമാ. എത്ര പേര് വരും? ഈ വേള് കേട്ട് എത്ര ആളുണ്ടാവും? അത്തിരുസ്ത ഇനിയും വിളിക്കും. നിങ്ങൾ അന്ന് ഭയങ്കരമായി വേള് പറഞ്ഞല്ലേ, നിങ്ങൾ വരി 1-ാമത്തെ സ്റ്റെപ്പിൽ. ഞാൻ അപ്പ സ്വിച്ച് ഓഫ് ആക്കും പോണ്, പിന്നെ 3 ദിവസത്തിന് ഞാൻ ഓണാക്കില്ല. നിങ്ങളൊക്കെ ഭാര്യ വീട്ടിൽ ഉണ്ടാവും. ബദരീങ്ങളുടെ ആൾക്കാരാ. മധുരം കിട്ടാത്തത് കൊണ്ടല്ലേ പരിശുദ്ധ റമദാനിന്റെ 17 പൊട്ടിയ വാളുമായി, നൊണ്ടിയ കുതിരകളുമായി, ഒട്ടിയ വയറുമായി, ഒരു ഈത്തപ്പഴത്തിന്റെ ചുള കൊണ്ട് നോമ്പ് തുറന്ന ബദരീങ്ങൾ പട നയിച്ചു വന്നപ്പോ പാതിരാവിൽ അവർ സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോ പരിശുദ്ധ പ്രവാചക തിരുമേനി സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞില്ലേ? അവിടുത്തെ ഇടച്ചാള് നിലത്ത് വീണുപോയില്ലേ? പാതിരാത്രിയിൽ ഒരു ഏങ്ങടേറ്റി എഴുന്നേറ്റ അബൂബക്കർ തങ്ങള് പുണ്യനബിയുടെ ഷാള് കണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, കഫാക യാ റസൂലല്ലാഹ്, മതിയാക്ക് നബിയേ. ഇതെന്തൊരു കരത്തിലാ! പുന്നാര നബിയെ താങ്ങിയെടുത്ത് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു അബൂബക്കർ ബിൻ അബി ഖുഹാഫ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു നമ്മളെ വെറും കൈയോടെ വിടില്ല നബിയേ. പുന്നാര നബി പറഞ്ഞില്ലേ, അബൂബക്കറെ, നിർണായകമായ പ്രതിസന്ധി വേളകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികള് അവരെ വിട്ടുകളഞ്ഞു. അബൂബക്കറെ, ഗസ്തനാമ തോട്ടത്തിൽ അന്ത്യാത്താഴം കഴിക്കുന്ന ഈസാ പ്രവാചകനെ ഒറ്റിക്കൊടുത്തത്, 30 വെള്ളിക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തത് യൂദാസ് എന്ന് പറയുന്ന സന്തത സഹചാരിയാ. അങ്ങനെയാണ് റോമൻ പട്ടാളം വന്നു വളഞ്ഞിട്ട് ഈസാ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അള്ള മുകളിലേക്ക് ഉയർത്തുകയും യൂദാസിനെ ഈ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്തതങ്ങനെയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ വർത്തമാനം കേട്ടിട്ട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നാളെ യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് അൻസാറുകളെയും മുഹാജിരീങ്ങളെയും അഭിസംബോധന ചെയ്തിട്ട് നിങ്ങളൊരു ബൈഅത്ത് വാങ്ങൂ നബിയേ. അന്നത്തെ രാത്രി കടന്നുപോയി. ആർത്തലച്ചു വരുന്ന അറബിക്കടലിന്റെ അലമാലകളെ പോലെയുള്ള പട്ടാളമാ. മനോഹരമായ വാക്കുകളിലൂടെ മലയാളത്തിന്റെ വാഗ്വിലാസമേ മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികളുടെ വരവിനെ കുറിച്ച് തുടരമദ്ദളവും ബഹുജുഡും മറുവ ഒറ്റകളോ കൈമണി തുട്ടികൾ താസികളാൽ അറേബ്യൻ കാട്ടുമൃഗങ്ങളുടെ തോലിനാൽ നിർമ്മിച്ച വാദ്യോപകരണങ്ങളിൽ തടുതിയിൽ താളമിട്ടിട്ട് ഹിന്ദെന്ന പെണ്ണ് അർദ്ധനഗ്നയായി നൃത്തമാടിയിട്ട് റളിയല്ലാഹു അൻഹാ, അന്നവർ മുസ്ലിമായിട്ടില്ല, ശത്രുപക്ഷത്താ, നൃത്തമാടിയിട്ട് പാട്ടുപാടിയിട്ട് മുന്തിരിക്കള്ളിങ്ങനെ കുടിച്ചു നിവർത്തിട്ടല്ലേ, ഇളകി മറിഞ്ഞിട്ടല്ലേ അവർ വന്നത്. പുറപ്പേട്ടബുജാഹിലുടൻ കിബർ പൊങ്കിയളൊന്ത് ലിബാസു ചമൈന്ത്. മഹാനായ മോയിൻകുട്ടി വൈദ്യർ തടുതിയിലുള്ള പ്രയോഗങ്ങളാണ് നടത്തിയത്. പക്ഷെ റസൂലുള്ളാഹിന്റെ വരവ് പറയുമ്പോ മോയിൻകുട്ടി വൈദ്യരുടെ തൂലിക ശാന്തമാവുകയാ. അറബിയുടെ സൈകത, അറേബ്യയുടെ സൈകത പരപ്പിലൂടെ ഒരു ഒട്ടകം എങ്ങനെയാണ് കാലുമടക്കി ഇങ്ങനെ സ്ലോ മോഷനിൽ വരുന്നത് എന്നതുപോലെയുള്ള വരികളാണ് ബദർ വടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ രേഖപ്പെടുത്തിയത്. ബദറുൽ ഹുദായാസീനൻ നബി ഖറജായം നേരം വളർകൊടി മൂണ്ടെണ്ണം തിടയതിലുണ്ടൈ അബ്ബയല്ല വർണ്ണമതാ പില്ലണ്ടോ അസുവതുമാമേ. അതെ, മനോഹരമായി ക്ഷമയോടെ വന്ന സഹനസേനയാ. അന്ന് ഉഷസ്സുണർന്നപ്പോ 2 സേനയും മുഖാമുഖം നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ മുഹാജിരീങ്ങളോട് ചോദിച്ചു, യുദ്ധം തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ?
മുഹാജിരീങ്ങളുടെ നേതാവ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ചെങ്കടലിന്റെ തീരങ്ങളിലേക്ക് കുതിരയെ പായിക്കാൻ പറഞ്ഞിട്ട് കടലിന്റെ ആഴങ്ങൾക്ക് അപ്പുറത്തേക്ക് കുതിരയെ പായിക്കാൻ പറഞ്ഞാൽ എന്തിനാണെന്നൊരു മറുചോദ്യമില്ലാതെ ആ തലക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ കുതിരയെ ഓടിച്ചു കയറ്റും യാ റസൂലല്ലാഹ്. വയ്യത്തിന്റെ പ്രൗഢമായ വർത്തമാനമാ. അൽപ്പൻ അൻസാറുകളുടെ നേതാവായ തൽഹ മറുപടി പറഞ്ഞു, പർവ്വതങ്ങളെ ഇടിച്ചു മറിക്കാൻ അങ്ങ് പറഞ്ഞ ഞങ്ങൾ ചെയ്യാ നബിയേ. മലയമ്മയിലെ ചെറുപ്പക്കാരാ, ഈ ഒരു പ്രതിബദ്ധത മുത്തായ നബിയോട് നമുക്കുണ്ടോ? ഏകാന്ത പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. മദീനക്കാരായ 3 പേര് മുന്നോട്ട് വന്നു. ഖുറൈശികളിൽ നിന്ന് ഉത്ബയും ശൈബയും വലീദും ഇറങ്ങി. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ്, മദീനക്കാരെ ആദ്യം ഞങ്ങൾക്ക് വേണ്ട, മക്കക്കാരെ വിട്, ആദ്യം അവരെയാണ് ഞങ്ങൾക്ക് വകവരുത്താനുള്ളത്. മുഹാജിറന്റെ വാക്കു കേട്ട് മുഞ്ചി 3 സിംഹരാ, മുന്നിലെ ഓബൈദത്തും ബിൽ ഹംസത്തും വഖൈദറാ. ഒന്ന് വീരപ്പുലി ഹംസത്തുൽ ഖറാർ, ഒന്ന് മഹാനായ അലിയുൽ മുർത്തല, ഒന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹും അബൂ ഉബൈദയും 2 ശത്രുക്കളെ വകവരുത്തി. അബൂ ഉബൈദക്ക് കഴിയുന്നില്ല, ഇത്തിരി പ്രായമുള്ള സഹാബിയ. കരിന്തുടയിൽ വെട്ടേറ്റു. ബദറിന്റെ പടക്കളത്തിൽ വീണുപോയപ്പോ പുകിന്താർ ഇരുപേരും അതീക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി ചൊരിന്ത് ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരുവാണി കൊഴുകൈതമാ. 2 സഹാബിവര്യന്മാര് കോരിയെടുത്ത് ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൈമയിലെ മടിയിലേക്ക് കൊണ്ടുപോയി കിടത്തിയപ്പോ അതുവരെ കരയാതിരുന്ന അബൂ ഉബൈദ പൊട്ടിക്കരഞ്ഞില്ലേ? ഹബീബ് ചോദിച്ചില്ലേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, വേദനയല്ല നബിയേ. ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക്, ഒരു പനി വരുമ്പോഴേക്ക്, ഒരു ദുആക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴേക്ക് നിരാശപ്പെട്ടില്ലേ നമ്മൾ പ്രിയപ്പെട്ടവരെ? വളരെ സംഭാവന കൊടുത്തു, പക്ഷെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊടുക്കലും നിർത്തിവെച്ചവരില്ലേ? കൈകാ കാല് മുറിഞ്ഞ് രക്തം വാർന്നൊഴുകുമ്പോ അവിടുന്ന് കരഞ്ഞപ്പോ ഇത് വേദന കൊണ്ടല്ല നബിയേ, ചെൻവെഞ്ചക്കള്ളം വിട്ട് പിരിന്തോണേ വിളിപേർ സഹീതാമോ അനാ പൊന്മാനേ. ഞാനിപ്പോ പടക്കളത്തിന്റെ പുറത്താ. ഇസ്ലാമിലെ പ്രഥമ യുദ്ധമല്ലേ, യുദ്ധനിയമങ്ങളൊന്നും വരാത്ത കാലമല്ലേ, അതുകൊണ്ടാണ് ആ സംശയം. ഞാൻ പുറത്തു വെച്ച് മരിച്ചു കഴിഞ്ഞാ എനിക്ക് ശഹീദിന്റെ കൂലി ലഭിക്കുമോ? എനിക്ക് കാലുപോയെന്ന വേദനയല്ല. അങ്ങനെ ചോദിക്കുന്ന മനുഷ്യന്റെ മനസ്സെന്താ? ആ മനസ്സൊന്ന് ആലോചന ചെയ്യൂ. ചഞ്ചല്ലു പള്ളലൊറ്റ ശഹീദാകും നീ പൊൻചമ്പകത്തു ചുണ്ടൻ കീയുമ്മീ. പുണ്യനബിയുടെ അതരപുടങ്ങളിൽ നിന്ന് ശഹീദിന്റെ കൂലി കിട്ടുമെന്ന വർത്തമാനം വന്നപ്പോ പാട്ടങ്ങ് പാടി അബൂ ഉബൈദ ശഹീദാവുകയാ. ഇങ്ങനെ വീരേതിഹാസം രചിച്ച ബദരീങ്ങൾക്ക് എങ്ങനെയാണ് അത് കഴിഞ്ഞത്? ഈമാനിന്റെ മധുരം പടച്ചവനെയും റസൂലുള്ളായെയും പ്രണയിച്ചതുകൊണ്ടാ. ഒരു ബർക്കത്തിന് വേണ്ടി ഒന്നുകൂടി പറയട്ടെ. ഒരു സഹാബി എന്റെ വലത്തെ കൈയിലേക്ക് വെട്ടേറ്റു, മുന്നോട്ട് ഗമിക്കാനാവാതെ ഇതിങ്ങനെ തൂങ്ങിയാടാൻ തുടങ്ങി. അള്ളാഹു അപകടങ്ങളിൽ നമ്മളെ കാക്കുമാറാകട്ടെ. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ചുറ്റുഭാഗത്തൊക്കെ ഹിന്ദുക്കളുണ്ടോ? എന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പേടി മാറ്റാൻ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്ത് പറയാം. അതൊരു പറയുമ്പോ പഠിച്ചതന്നെ എന്താണ് ഇപ്പൊ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ പേടി ഒന്നുണ്ടാവും അല്ലെ? നമുക്ക് അങ്ങനെ ഒരു മുതയത്തറകളാണല്ലോ നമ്മൾ. അവർക്ക് സമാധാനത്തിന് ഞാൻ വേണ്ടി ഒരു കാര്യം പറയാം. നോക്കൂ, ഇവിടെ വെട്ടേറ്റിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ ആടുകയാണ്.
മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, ഓട് ഹോസ്പിറ്റലിൽ. ഈ മധുരം കിട്ടിയ പിന്നെ പ്രശ്നമില്ലാന്ന്. അവിടെ നിന്ന് എന്ത് ചെയ്തു, വാള് നിലത്തേക്കിട്ടിട്ട് കയ്യിലേക്ക് ഈ കൈ പിടിച്ചിട്ട് വായിലേക്കങ്ങ് വെച്ചു, ആ തോലങ്ങ് കടിച്ചു. പക്ഷേ മജ്ജ പൊട്ടിയൊഴുകിയപ്പോ പല്ല് സ്ലിപ്പായി. അവിടുത്തെ ദേഷ്യം വന്നു, നിലത്തേക്ക് കൈ വെച്ചു, ഇടത്തെ കാല് ചവിട്ടി പിടിച്ചു, മുകളിലേക്കങ്ങ് പൊങ്ങി. റബ്ബർ നീളുന്നതുപോലെ, അലാസിക്ക് നീളുന്നതുപോലെ തോല് വലിഞ്ഞു വലിഞ്ഞ് മാംസം മടർന്നു പിഴുത് പൊട്ടി. ഇത് പറയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്തൊരു തള്ളലാണ് ഉസ്താദിയെന്ന്. നമ്മള് മഹാന്മാരെയൊക്കെ നമ്മുടെ മനസ്സിലൂടെയാണ് കാണുന്നത്. അതാണ് കുഴപ്പം. എനിക്ക് കഴിയില്ല, എന്നാ ബദരീങ്ങൾക്കും കഴിയില്ല. ഇതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ അവരുടെ അവസ്ഥ അറിയില്ല. അതുകൊണ്ട് നമുക്കതൊക്കെ അവിശ്വസനീയമായി തോന്നും. അങ്ങ് വലിച്ചെറിഞ്ഞു. ഈമാനിന്റെ മധുരം അവർക്ക് കിട്ടി. ഇത് കിട്ടിയ ആളൊന്നല്ലേ ഈ പറയണം. അല്ലാഹു നമുക്കൊക്കെ പെരുമാറാകട്ടെ.